ഉത്തര മലബാറിലെ മുഖയ ബോവി സമുദായത്തിന്റെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ 351 വർഷത്തിന് ശേഷം വീണ്ടും തെയ്യങ്ങളുടെ ചിലമ്പൊലി മുഴങ്ങുന്നു. നാടൊന്നാകെ കാത്തിരുന്ന പെരുങ്കളിയാട്ടത്തിൽ 5 ദിവസങ്ങളിലായി 39 തെയ്യങ്ങളാണ് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാനെത്തുക. പെരുങ്കളിയാട്ടം 24-ന് സമാപിക്കും. തോറ്റംപാട്ടിന്റെ ഈണത്തോടൊപ്പം ഓരോ മനുഷ്യന്റെ ഹൃദയം കൂടി സഞ്ചരിക്കുകയാണിവിടെ. നീണ്ട 351 വർഷത്തെ കാത്തിരിപ്പ് അത് വെറുതെയായില്ല. ആദൂർ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം ഒരു ജനതയുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം കൂടിയാവുകയാണ്. ഐതിഹ്യപരമായി ഏറെ പ്രാധാന്യമുണ്ട് ആദൂർ ഭഗവതി ക്ഷേത്രത്തിന്. പുന്നക്കാൽ ഭഗവതിയും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയും ആയിറ്റി ഭഗവതിയും ഒരേ ബിംബത്തിൽ പ്രതിഷ്ഠയുണ്ടെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. 5 ദിവസങ്ങളിലായി 39 തെയ്യങ്ങളാണ് പെരുങ്കളിയാട്ടത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ എത്തുക. ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഏകദേശം 351 വർഷങ്ങൾക്ക് ശേഷമാണ് പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ചന്ദ്രഗിരിക്ക് പുഴയ്ക്ക് ഇപ്പുറം ആദ്യമായിട്ടാണ് മുഖയ ബോവി സമുദായത്തിൻ്റെ ഒരു പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഇവിടെ നമ്മുടെ പുന്നക്കാൽ ഭഗവതിയും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയും ആയിറ്റ് ഭഗവതിയും ഒരേ പീഠത്തിൽ ഒരു ചൈതന്യമായി നിലകൊണ്ടിട്ടാണ് ഈ ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഇവിടെ കുടിയിരിക്കുന്നത്. നമ്മുടെ ഈ പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചിട്ട് വിവിധ മതത്തിൽപ്പെട്ടവരെയും അതുപോലെ തന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആണ് നമ്മുടെ ഇതിന്റെ പെരുങ്കളിയാട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ആദൂർ എന്ന നാടൊന്നാകെ പെരുങ്കളിയാട്ടത്തെ നെഞ്ചേറ്റിക്കഴിഞ്ഞു. വരുന്ന ഭക്തർക്കെല്ലാം മികച്ച സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സംഘാടന മികവിലും ആദൂർ വേറിട്ട് നിൽക്കുന്നു. ആചാര അനുഷ്ഠാനത്തിന്റെ അളമുറിയാത്ത സൗന്ദര്യം തന്നെയാണ് 3.5 നൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന ഈ പെരുങ്കളിയാട്ടം നമുക്ക് കാണിച്ചു തരുന്നത്. ഭക്തിയും സംസ്കാരവും കൂടിച്ചേരുന്ന ഈ മുഹൂർത്തം ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ തന്നെയാണ് സമ്മാനിക്കുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കാസർഗോഡ്.